ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ SSC JE എക്സാമിനേഷൻ 2025 ഡിസംബറിൽ നടക്കുമെന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂൺ ലാസ്റ്റിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ജൂലൈ 21 വരെ നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരുന്നു. എല്ലാവരും അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മുടെ കറക്ഷൻ വിൻഡോ ഉണ്ടായിരുന്നു, പേയ്മെൻറ്റ് ചെയ്തു, ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇനി നമ്മുടെ അഡ്മിറ്റ് കാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ അഡ്മിറ്റ് കാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കായിട്ടുള്ള ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ന്യൂസാണിത്. ഇത്തവണത്തെ SSC JE 2025 എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് നിങ്ങളുടേത് ആയിട്ടുള്ള സ്ലോട്ട് സെലക്ഷനിലൂടെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, SSCയുടെ കീഴിൽ വരുന്ന എല്ലാ എക്സാമിനേഷൻസും ഒരു 10 ഡേയ്സിൻ്റെ ഒക്കെ ഒരു സ്പാനിലായിരിക്കും സാധാരണ നടത്താറുള്ളത്. അപ്പോൾ നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ 3 സിറ്റികൾ നമ്മുടെ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഏത് റീജിയനാണോ അപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ കേരള കർണാടക റീജിയനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾ കേരളത്തിലുള്ള 3 സെൻറ്റേഴ്സോ അല്ലെങ്കിൽ കർണാടകയിലുള്ള മൈസൂരു, ബാംഗ്ലൂരു ഒക്കെ പോലെയുള്ള സെൻറ്റേഴ്സോ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ 3 പ്രിഫറൻസാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ സാധാരണ കേസിൽ, അതായത് ഇതിന് മുൻപ് വരെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കൊടുക്കുന്ന പ്രിഫറൻസ് അനുസരിച്ച് ഏതെങ്കിലും ഒരു സിറ്റിയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു സ്ലോട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് തവണകളായിട്ട് നടക്കുന്ന SSC എക്സാംസിൽ ഈ ഒരു ട്രെൻഡ് അല്ല നമ്മൾ കാണുന്നത്. അതായത് നമുക്ക് തന്നെ ഏത് ദിവസം ഏത് സിറ്റിയിൽ ഏത് സ്ലോട്ട് എടുക്കാം എന്ന ഓപ്ഷൻ SSC തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് നടന്നിട്ടുണ്ടായിരുന്ന SSCയുടെ CHSL എക്സാമിലായിരുന്നു ഈ ഒരു ട്രെൻഡ് ആദ്യം കണ്ടത്. അന്നേരമാണ് ഇത് ആദ്യം അവർ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ കുറച്ച് ഹിക്കപ്സ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ സെക്കൻഡ് ഫേസ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന രണ്ടാമത്തെ എക്സാം ആയതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളോ ടെക്നിക്കൽ ഇഷ്യൂസോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്ലോട്ട് സെലക്ഷൻ, അതായത് സ്പെസിഫിക്കലി എന്താണ് സെൽഫ് സ്ലോട്ട് സെലക്ഷൻ എന്നും അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ് മേ ബി എന്തൊക്കെ ഇഷ്യൂസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അത് നമുക്ക് എങ്ങനെ കവർ ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് സ്ലോട്ട്സ് എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇപ്പോൾ ഒരു 10 ഡേയ്സിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ ഓരോ ദിവസവും 3 ഷിഫ്റ്റുകളായിട്ടായിരിക്കും SSCയുടെ എക്സാംസ് നടക്കുന്നത്. രാവിലെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും, അതിനെ നമ്മൾ മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറയും. പിന്നെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് എന്ന് പറയും, രണ്ടാമത്തെ ഷിഫ്റ്റാണ്. അതിനുശേഷം വരുന്നത് ഒന്നെങ്കിൽ നമ്മൾ ലേറ്റ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഈവനിങ് ഷിഫ്റ്റ് എന്ന് പറയാറുണ്ട്. സാധാരണ 3, ചില കേസിൽ ഇപ്പോൾ CHSL CGL ഒക്കെ പോലെ നമ്പർ ഓഫ് ആസ്പിറൻസ് കൂടുതലുള്ള എക്സാംസിലാണെങ്കിൽ 4 ഷിഫ്റ്റുകളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഷിഫ്റ്റുകളിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, എക്സാംസ് തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസം ഈസി ആയിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ എക്സാം ടഫാവും, അല്ലെങ്കിൽ ചില ഷിഫ്റ്റിലുള്ള പേപ്പേഴ്സ് മറ്റൊന്നിനെ വെച്ച് നോക്കുമ്പം കമ്പാരിറ്റീവ്ലി ടഫർ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ജനറലി പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ബയസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ലോട്ട് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്ന ഓപ്ഷൻ ഇപ്പം SSC കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അതിൻ്റേതായ ചില പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. പ്രശ്നങ്ങളൊന്നും ഇല്ല, എല്ലാം സ്മൂത്ത് ആണ് എന്നല്ല, ഡെഫിനറ്റ്ലി ചില ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്കറിയാമല്ലോ SSCയുടെ JE എക്സാമിനേഷന് 2 പേപ്പേഴ്സാണുള്ളത്, അതായത് പേപ്പർ 1ഉം പേപ്പർ 2ഉം. അപ്പോൾ അതിൽ ആദ്യത്തെ പേപ്പറിൽ നിങ്ങളുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡും വരുന്നുണ്ട്, റീസണിങ്ങും വരുന്നുണ്ട്. അതിനുശേഷം ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ജനറൽ അവയർനെസ്സും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ ഏത് സ്ട്രീമിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ സിവിൽ ആണെങ്കിൽ സിവിൽ, ആ ഒരു സ്ട്രീം നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 100 മാർക്ക് നിങ്ങളുടെ സ്ട്രീമിൽ നിന്നും, ബാക്കി 100 മാർക്ക് ജനറൽ അവയർനെസ്സും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നടക്കാൻ പോകുന്ന ഈ പേപ്പർ 1 എക്സാമിൻ്റെ സ്ലോട്ട് അലോക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഈ ഡിസംബറിൽ നടക്കാനുള്ള 2025 ഡിസംബറിലെ SSC JE എക്സാമിൻ്റെ 1ാം പേപ്പറിൻ്റെ സ്ലോട്ട് അലോക്കേഷന് വേണ്ടിയിട്ടുള്ള സെൽഫ് സ്ലോട്ട് സെലക്ഷൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം നിങ്ങൾക്ക് ഈ വരുന്ന നവംബർ 10 മുതൽ 13 വരെ, സോ 10, 11, 12, 13 4 ദിവസമാണ് നിങ്ങളുടെ സ്ലോട്ട് സെലക്ട് ചെയ്യാനുള്ള വിൻഡോ ആയിട്ട് ഇവിടെ ലഭിക്കുന്നുള്ളൂ. എന്താണ് അതിൻ്റെ അർത്ഥം?
എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കേസിൽ ഇതിന് മുൻപൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് എക്സാം തുടങ്ങുന്നതിന് ഒരു 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു 10 ഡേയ്സിന് മുമ്പ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നു എന്നുള്ളൊരു ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ഏത് സിറ്റിയാണ്, മേ ബി അതിൽ ഏത് ഷിഫ്റ്റാണ് എന്നൊക്കെ നിങ്ങൾ എക്സാം ഏതാണെന്ന് അറിയുക. ഇവിടെ അങ്ങനെയല്ല. ഈ തന്നിരിക്കുന്ന ഡേറ്റിനുള്ളിൽ നിങ്ങൾ തീർച്ചയായിട്ടും SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ssc.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പോകുക. അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ അവിടെ നിങ്ങൾക്ക് വിസിബിൾ ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ സെൽഫ് സ്ലോട്ട് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ SSCയുടെ JEE എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇതിലൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ വെറുതെ നോക്കിയാൽ അത് കാണില്ല. അപ്ലൈ ചെയ്തവർക്ക് വേണ്ടിയിട്ട് അവിടെ സെൽഫ് സ്ലോട്ട് സെലക്ഷൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് ഏതൊക്കെ സിറ്റീസ് ആണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ആ സിറ്റീസ് നിങ്ങളുടെ പ്രിഫറൻസ് ആയിട്ട് അവിടെ കാണും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം ആദ്യം ട്രിവാൻഡ്രം കൊടുത്തു, സെക്കൻഡ് നിങ്ങൾ എറണാകുളം കൊടുത്തു, അടുത്തത് മേ ബി നിങ്ങൾ കൊടുത്തത് മൈസൂറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 3 സിറ്റീസ് നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 3 സിറ്റീസും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഓരോ സിറ്റിയിലും ഒരു ദിവസം എക്സാം 4 സ്ലോട്ട് അല്ലെങ്കിൽ 3 സ്ലോട്ടിലായിരിക്കും, 4 ഷിഫ്റ്റ് അല്ലെങ്കിൽ 3 ഷിഫ്റ്റിലായിരിക്കും നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ഷിഫ്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സിമിലർ ടു ഇതിനു മുമ്പൊക്കെ ഈ ഒരു കാര്യം CHSL എക്സാമിൽ വന്നപ്പോൾ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പലരും ഇത് നമ്മുടെ റെയിൽവേ അല്ല സിനിമ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന പോലെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഏകദേശം അതുപോലെ തന്നെയാണ് സംഭവം. ഏത് ദിവസം ഏത് ഷിഫ്റ്റ് എവിടെ വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇനി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്ന അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ആ സ്ലോട്ട് കിട്ടണം എന്ന് നിർബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ്. ടു ബി ഫ്രാങ്ക്, നിങ്ങൾക്ക് അത് തന്നെ കിട്ടണം എന്ന് നിർബന്ധമില്ല. കാരണം കഴിഞ്ഞ ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് CHSL എക്സാമിലായിരുന്നു. അതായത് ഇതൊരു +2 ലെവൽ എക്സാമിനേഷൻ ആണ്. സോ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം ആണ്. സോ ഈ എക്സാമിനെ സംബന്ധിച്ച് CHSL എക്സാമിലൊക്കെ ഒരുപാട് ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫേസ് ചെയ്തൊരു ഇഷ്യൂ, അവർ രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ സ്ലോട്ട് സെലക്ട് ചെയ്യാൻ പോയപ്പോഴേക്കും അതൊക്കെ ഫിൽഡ് ആയി പോയി എന്നുള്ളതായിരുന്നു ആ ഇഷ്യൂ. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അവിടെ നമുക്ക് റീജിയണൽ ലാംഗ്വേജിലും കൂടെ എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ അത്തരത്തിലുള്ള 10th പോലെയോ അല്ലെങ്കിൽ 10th ലെവൽ വരുന്നത് +2 ലെവൽ വരുന്നതുമായിട്ടുള്ള SSCയുടെ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് മലയാളത്തിലും കൂടി എഴുതാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പം എല്ലാ സെൻറ്റേഴ്സിലും മലയാളം ഒരു ഓപ്ഷനായിട്ട് ഉണ്ടാവണമെന്നില്ല. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് എക്സാം എഴുതാനുള്ള ലാംഗ്വേജ് നിങ്ങൾ മലയാളമാണ് കൊടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മലയാളം അനുവദനീയമായിട്ടുള്ള സെൻറ്റേഴ്സ് മാത്രമാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണിക്കുകയുള്ളൂ. അപ്പോൾ അതും ഒരു ഇഷ്യൂ ആയിരുന്നു. പക്ഷേ SSC JEEലേക്ക് വരുമ്പോഴേക്കും ആ ഇഷ്യൂ ഇല്ല. കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലുമാണ് എക്സാം എഴുതാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ എല്ലാ സെൻറ്റേഴ്സിലും നിങ്ങൾക്ക് തുല്യ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിനു മുൻപ് നടന്നതുപോലെ ലേറ്റായി ഈ സ്ലോട്ട് സെലക്ഷന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ലോട്ടൊക്കെ ഓൾറെഡി ഫില്ലായിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ സ്ലോട്ട് സെലക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് നവംബർ 10-ാം തീയതി മുതലാണ്, അതായത് തിങ്കളാഴ്ച മുതലാണ്. അന്ന് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഏത് സ്ലോട്ടാണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് സിറ്റിയാണ് നിങ്ങൾ കൊടുത്ത 3 സിറ്റീസ് ഉണ്ടാകും. അതിൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഏതാണ്, ടോപ്പ് പ്രിഫറൻസ് ഏതാണ് എന്ന് മുൻകൂട്ടി നിങ്ങളൊന്ന് ഡിറ്റർമൈൻ ചെയ്ത് അത് തന്നെ ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഡിസിഷൻസ് എടുക്കാനോ കൺഫ്യൂഷൻസ് ഉണ്ടാകാനോ നോക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങളുടെ സിറ്റി ഏത് വേണം, സ്ലോട്ട് ഏത് വേണം എന്നുള്ള കാര്യം. എന്നിട്ട് അത് ആലോചിച്ച് ഉറപ്പിച്ച ശേഷം മാത്രം 10-ാം തീയതി നിങ്ങളിതിന് അപ്ലൈ ചെയ്യാനായിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇവിടെ 3 സിറ്റീസ് ഉണ്ട്, അതിലിഷ്ടമുള്ള സ്ലോട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇനി അത് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ് അല്ലേ. സോ ഈ ഒന്നാമത്തെ പ്രിഫറൻസിൽ നിങ്ങളിപ്പോൾ കൊടുത്ത ട്രിവാൻഡ്രം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടുത്തെ എല്ലാ സ്ലോട്ടും ഫില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രണ്ടാമത്തെ പ്രിഫറൻസിലേക്ക് പോവാം. അതിനുശേഷം മൂന്നാമത്തേലേക്ക് നോക്കുക. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് ഡേയ്സിൽ ഇത്രയും ഷിഫ്റ്റുകളിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റ് സമയത്താണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഷിഫ്റ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റി സ്ലോട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ലേറ്റ് ആവും തോറും ഇതെല്ലാം ഫിൽഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച സിറ്റി നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. SSC അല്ല ഇത്തവണ സ്ലോട്ട് അലോട്ട് ചെയ്യുന്നത്, നമുക്ക് തന്നെ നമ്മുടെ സ്ലോട്ട് ഏതാണ്, നമുക്ക് ഏത് ദിവസമാണ് എക്സാം വേണ്ടത്, ഏത് സെൻറ്ററിലാണ് എന്ന് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്.
ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്ന മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഈ തന്നിരിക്കുന്ന 4 ദിവസത്തിനുള്ളിൽ ഞാൻ സ്ലോട്ടൊന്നും സെലക്ട് ചെയ്തില്ലെങ്കിൽ SSC എനിക്ക് ഏതെങ്കിലും ഒരു സ്ലോട്ട് എൻ്റെ പ്രിഫേർഡ് ലൊക്കേഷനിൽ നിന്ന് തരും, അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ബോധേഡ് ആവേണ്ട കാര്യമില്ല എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇഫ് എ കാൻഡിഡേറ്റ് ഫെയിൽസ് ടു എക്സസൈസ് ദി സ്ലോട്ട് സെലക്ഷൻ ഓപ്ഷൻ വിത്തിൻ ദ പ്രിസ്ക്രൈബ് ടൈം ലിമിറ്റ്, അതായത് ഈ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങളുടെ സ്ലോട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ the system will automatically allocate an available slot in any of the cities opted during the application window. നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന 3 പ്രിഫറൻസുകളിൽ ഏതെങ്കിലും ഒരു സിറ്റിയിൽ ഏതെങ്കിലും ഒരു സ്ലോട്ടിൽ നിങ്ങൾക്ക് എക്സാം സെറ്റ് ചെയ്യാനായിട്ട് സിസ്റ്റം ശ്രമിക്കും, ഓർ ആസ് പെർ അവൈലബിലിറ്റി. അപ്പോൾ നിങ്ങൾ കൊടുത്ത 3 സെൻറ്റേഴ്സിലെ എല്ലാ സ്ലോട്ടുകളും ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള നമ്മുടെ എക്സാം സെൻറ്റേഴ്സിൽ ഏതെങ്കിലും ഒരു സ്ലോട്ടിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് സ്ലോട്ട് ഫൈനലി അലോക്കേറ്റ് ചെയ്ത് കിട്ടുക. എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ 3 സെൻറ്റേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടണമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഓക്കെ, അപ്പോൾ ആ മണ്ടത്തരം ആരും ചെയ്യരുത്. 4 ദിവസമുണ്ട് ഈ വിൻഡോ ഓപ്പൺ ആയിട്ട്. സോ ഇതിന് നേരത്തെ തന്നെ നമുക്ക് ഇൻറ്റിമേഷൻ വന്നിട്ടുണ്ട്. ഇന്ന് നോട്ടിഫിക്കേഷൻ വന്ന് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്നു, മൺഡേ തൊട്ട്, അതായത് November 10th തൊട്ട് ഈ ഒരു വിൻഡോ ആക്റ്റീവ് ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആലോചിക്കാനും അതിനനുസരിച്ചിട്ടുള്ള ഡിസിഷൻ എടുക്കാനൊക്കെ ആമ്പിൾ ടൈം ഉണ്ട്. ഡിസിഷൻസ് എടുക്കുക, ആരും ഇത് ചെയ്യാതെ വിട്ടു പോകരുത്. കാരണം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെൻറ്റർ കിട്ടാം. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നിങ്ങളുടെ സെൻറ്റർ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നേരത്തെ പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങളുടെ സ്ലോട്ട് സെലക്ട് ചെയ്യാം. ഇനി അടുത്ത ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ, ഈ സ്ലോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ബുക്കായിപ്പോയി, ഇനി അത് മാറ്റാൻ പറ്റുമോ എന്നാണ്. ആൻസർ ഇസ് നോ. ഇത് ഓൾറെഡി സെലക്റ്റഡ് സ്ലോട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാൻ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ വിൻഡോയിൽ നമുക്ക് കറക്ഷൻ വിൻഡോ ഒക്കെ കിട്ടും അല്ലേ, എന്നാൽ ഇത് അതുപോലെയല്ല. ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സിമിലർ ടു നമ്മളൊരു തിയേറ്ററിൽ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ആ സീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് അവിടെ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലെ, ആ സ്ലോട്ട് അവിടെ മറ്റൊരാൾ നോക്കുമ്പോൾ അത് ഓൾറെഡി ബുക്ക്ഡ് ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കറക്ഷൻ വിൻഡോയിൽ കറക്റ്റ് ചെയ്യുന്നത് പോലെ ഇത് സ്ലോട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റാനുള്ള യാതൊരു ചാൻസും ഇല്ല. അത് നിങ്ങൾ SSCക്ക് മെയിൽ അയച്ചാലും ഹെൽപ്പ് ഡെസ്കിൽ വിളിച്ചാലും അതൊന്നും മാറാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് പോവാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കുക, SSC JEE എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് അതേപോലെ തന്നെ കീപ്പ് ചെയ്യുക. എക്സാം ഡിസംബറിലായിരിക്കും നടക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ റിവിഷൻസ് ഒക്കെ അതിൻ്റെ കൂടെ പോട്ടെ, പക്ഷേ ഇത് നിങ്ങൾക്കൊരു എക്സ്ട്രാ പ്രഷർ ഉണ്ടാവാനോ അല്ലെങ്കിൽ എക്സ്ട്രാ കൺഫ്യൂഷൻ ഉണ്ടാവാനോ ഉള്ളൊരു ചാൻസ് ആയിട്ട് എടുക്കരുത്. അതിനാണ് നേരത്തെ പറയുന്നത്, November 10th മുതൽ November 13th വരെ മാത്രമാണ് ഈ ഒരു വിൻഡോ ആക്റ്റീവായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങളുടെ സ്ലോട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ എക്സാമിനേഷൻ കഴിഞ്ഞ തവണത്തെയൊക്കെ പോലെ തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ 1700 സംതിങ് വേക്കൻസീസ് ആണ് ഇത്തവണ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ഈ വന്നിരിക്കുന്നത് നമ്മുടെ പേപ്പർ 1ൻ്റെ സ്ലോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിനുശേഷം നിങ്ങളുടെ പേപ്പർ 2 വരുന്നുണ്ട്. പേപ്പർ 2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ സ്ട്രീം ബേസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളിപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏതാണോ നിങ്ങളുടെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്ട്രീം അതിൻ്റെ ജനറൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. സോ അതിൽ 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വീതമാണ് വെയിറ്റേജ് വരുന്നത്. സോ ഔട്ട് ഓഫ് 300ലായിരിക്കും നിങ്ങളുടെ പേപ്പർ 2 വരുന്നത്. ഇനി പേപ്പർ 1 വരുന്നത് 2 മണിക്കൂറാണ് എക്സാം ഉണ്ടാവുക. ഒരു പാർട്ട് ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ്ലി നിങ്ങളുടെ എഞ്ചിനീയറിംഗ് പാർട്ടും, മറ്റേ പാർട്ട് ജനറൽ അവയർനെസ്സും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ 100 + 50 + 50 200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതിന് 2 മണിക്കൂറാണ്. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വീതം. സോ 200 മാർക്സിലായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്നവർ ഒന്നും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ എൻട്രിയുടെ ഭാഗത്തു നിന്നും എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. ഇപ്പോൾ എനിക്കറിയാം പല കൺഫ്യൂഷൻ ഉള്ളൊരു ടോപ്പിക്കാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിലൂടെ വേണമെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് എഴുതി നമ്മളോട് ചോദിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കോൺടാക്ട് നമ്പറാണ്. സോ അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കോമെൻറ്റ്സ് ആയിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് എഴുതി ചോദിക്കാം.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. മറക്കണ്ട, നിങ്ങൾ പഠിക്കുന്നുണ്ട്, പഠിച്ചതുകൊണ്ട് മാത്രമായില്ല. ബി സ്മാർട്ട്. ലേറ്റ് ആവരുത്. ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ലോട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ നിങ്ങളുടെ മൂന്നാമത്തെ പ്രിഫറൻസ് ഒക്കെ കൊടുത്ത് സിറ്റിയിലായിരിക്കും സ്ലോട്ട് അവൈലബിൾ ആവുകയുള്ളൂ. സോ വരുന്ന നവംബർ 10 തന്നെ നിങ്ങൾ ഈ സ്ലോട്ട് അലോക്കേഷൻ വിൻഡോ ഓപ്പൺ ആക്കുക. നേരത്തെ നിങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ച സ്ലോട്ട് നിങ്ങൾ എന്നിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം. സോ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പഠിത്തമൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. സോ എൻട്രിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. സോ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് കൂടുതൽ അറിയാൻ ചാനൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.